സൈക്കോളജി പഠിക്കാൻ വന്നതിന് ശേഷം ജീവിതത്തിലുണ്ടായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട കുറച്ച് മാറ്റങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത്, നമുക്ക് ആരെയും കുറ്റപ്പെടുത്താൻ പറ്റില്ല. പിന്നെ പണ്ടൊക്കെ നമ്മുടെ ജീവിതത്തിൽ ആരെങ്കിലും നമ്മളെ ഹേർട്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അവർ കാരണം നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരെ ബ്ലെയിം ചെയ്തിട്ടെങ്കിലും കുറച്ച് സമാധാനവും സന്തോഷവും കിട്ടുമായിരുന്നു. പക്ഷേ ഇനി അങ്ങോട്ട് അത് പറ്റില്ല ഗൈസ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വളരെ പ്രാക്ടിക്കലായിട്ട് എമ്പത്തറ്റിക്കലായിട്ടുള്ളൊരു പേഴ്സ്പെക്റ്റീവിലായിരിക്കും പിന്നെ കാര്യങ്ങളെ കാണുന്നത്. ആ പേഴ്സൺ എന്തുകൊണ്ട് അങ്ങനെ ആയി, എന്താണ് ആ പേഴ്സൻ്റെ ആ പ്രവർത്തിക്ക് പിന്നിലുള്ള കാരണം, അവരുടെ ചൈൽഡ്ഹുഡ് എന്താണ്, അവരുടെ പാസ്റ്റ് എന്താണ്, അവർ നേരിട്ടുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻസ് എന്താണ്, ഇതൊക്കെ വളരെ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് നമുക്ക് അവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. ആൻഡ് ദ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്, നമുക്ക് പണ്ടൊക്കെ എന്തെങ്കിലും ഇമോഷണൽ ഫ്രസ്ട്രേഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരുടെയെങ്കിലും മെക്കിട്ട് കയറിയിട്ടെങ്കിലും അത് തീർക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇവഞ്ച്വലി നമ്മുടെ ഇമോഷൻസ് ഒക്കെ നമ്മുടെ കൺട്രോളിലേക്ക് വരുന്ന പോലെ നമുക്ക് തോന്നും. നമുക്ക് എപ്പോഴാണ് ദേഷ്യം വരുന്നത്, എന്തിനാണ് ദേഷ്യം വരുന്നത്, ആ ദേഷ്യം എത്ര സമയം സസ്റ്റെയിൻ ചെയ്ത് നിൽക്കും, ആ സമയത്ത് നമ്മൾ എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യാൻ സാധ്യതയുള്ളത്, അങ്ങനെ നമ്മൾ റിയാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങും. അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് എന്താ പറയുക, ഒരു സ്റ്റേ വിത്ത് ദ ഫീലിംഗ് എന്നൊന്നും പറ്റത്തില്ല. നമുക്ക് ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്ത് മെക്കിട്ട് കയറാനുള്ള ആ ഒരു മൂഡ് അങ്ങ് പോകും. ആൻഡ് ദ മേജർ ഡിഫറൻസ് ഐ ഫെൽറ്റ് ഈസ്, പണ്ടൊക്കെ നമ്മുടെ ഫ്രണ്ട്സ് വിളിച്ചിട്ട് നമ്മുടെ അടുത്ത് സംസാരിക്കുന്ന സമയത്ത് അവരവരുടെ കുറേ വിഷമങ്ങൾ നമ്മളോട് പറയുന്നു, നമ്മൾ നമ്മുടെ കുറേ വിഷമങ്ങൾ അവരുടെ അടുത്ത് ഷെയർ ചെയ്യുന്നു. അതങ്ങനെ ഒരു ഈക്വൽ പ്രൊപ്പോർഷനിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ വെൻ ഐ ബിക്കം എ സൈക്കോളജി സ്റ്റുഡൻറ്റ്, ഐ കെയിം ടു റിയലൈസ് ദാറ്റ് അവർ നമ്മളെ വിളിക്കുന്ന സമയത്ത് അവർ നമ്മുടെ അടുത്ത് നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു സൈക്കോളജിക്കൽ തെറാപ്പിസ്റ്റിനെയാണ്. പിന്നെ ട്രെയിനിലും ബസ്സിലൊക്കെ പോകുന്ന സമയത്ത് സൈക്കോളജിയാണ് പഠിക്കുന്നതെന്ന് പറയുമ്പം ആൾക്കാർ ചോദിക്കും, എന്നെ നോക്കൂ, എന്നിട്ട് പറയും ഞാനിപ്പോൾ എന്താണ് മനസ്സിൽ വിചാരിച്ചത് എന്ന്, അങ്ങനെയൊക്കെ ചോദിക്കും. ശരിക്കും നമുക്ക് ആരുടെയും മനസ്സ് വായിച്ച് പറയാനുള്ള കഴിവൊന്നും ഉണ്ടാവില്ല, പക്ഷെ അവരുടെ ബിഹേവിയർ നമുക്ക് റീഡ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമ്മുടെ ലൈഫിൽ ഒരു ന്യൂട്രൽ സൈലൻസ് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഈ റോട്ടിലൊക്കെ കിടന്ന് അടിയുണ്ടാക്കുന്ന ആൾക്കാർ, ബഹളം വയ്ക്കുന്നവർ, തെറി വിളിക്കുന്നവർ, ഈ ചീറ്റ് ചെയ്യുന്നവർ, ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർ എന്തുകൊണ്ട് അങ്ങനെ ബിഹേവ് ചെയ്തു, ഇത് ചെയ്തതുകൊണ്ട് അവർക്ക് എന്താണ് കിട്ടുന്നതെന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്ക് നല്ല വ്യക്തമായിട്ടുള്ള ധാരണയുള്ളതുകൊണ്ട് പല സമയത്തും ഒരു നോൺ റിയാക്റ്റീവ് ആയിട്ടുള്ള അപ്രോച്ച് ആയിരിക്കും നമ്മുടെ സൈഡിൽ നിന്ന് ഉണ്ടാവുക. അപ്പോൾ ആ ഒരു സൈലൻസ് എന്ന് പറയുന്നത് എ കൈൻഡ് ഓഫ് വിസ്ഡം ആണ്. സോ ബീയിങ് എ സൈക്കോളജി സ്റ്റുഡൻറ്റ് മീൻസ് becoming or evolving like a better person.